നമുക്കൊന്നായി ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം, മിഷനെ അറിയാം, മിഷണറിയാകാം, മിഷനെ സ്നേഹിക്കാം, മിഷണറിയാകാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറിയാകാൻ. സഭയുടെ പ്രേക്ഷിത അവബോധന പ്രവർത്തനങ്ങൾക്ക് സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ ഏറ്റവും പുതിയ സംഭാവന സെയിന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ മാധ്യമ വിഭാഗമായ സാന്തോം മീഡിയയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന ദി അൾട്ടിമേറ്റ് എന്റർടൈൻമെന്റ് മിഷൻ ക്വിസ് ഓൺ വീൽസ് സാന്തോം മിഷൻ ക്രിസ്ത്യൻമെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. പുരാതന സംസ്കാരത്തിന്റെ കേന്ദ്രമായിരുന്നു ബത്തേരി എന്നതിന് തെളിവുകൾ ഏറെയാണ്. ക്രിസ്തുവിന് 1500 വർഷങ്ങൾക്ക് മുൻപ് നവീന ശിലായുഗത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഗുഹാചിത്രങ്ങളും തൊവരിമലയിലെ മാന്ത്രിക ചതുരവും പ്രാചീന ജൈന ക്ഷേത്രവും വയനാട് വന്യജീവി സങ്കേതത്തിലെ തകർന്നടിഞ്ഞു കിടക്കുന്ന ശിലാഖണ്ഡങ്ങളും അമ്പലവയൽ, കുപ്പക്കൊല്ലി എന്നീ പ്രദേശങ്ങളിൽ നിന്നും കണ്ടെത്തിയ നന്നങ്ങാടികളും ശിലായുഗ അവശിഷ്ടങ്ങളും വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഈ പ്രദേശം ജനവാസ കേന്ദ്രമായിരുന്നു എന്നതിന് തെളിവാണ്. ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിന് ശേഷമാണ് ഗണപതി വട്ടം എന്ന് പണ്ടറിയപ്പെട്ടിരുന്ന ഈ പ്രദേശം സുൽത്താൻ ബാറ്ററിയായും പിന്നീട് സുൽത്താൻ ബത്തേരിയായും മാറിയത്. 16-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മൈസൂരിൽ പ്രവർത്തിച്ചിരുന്ന ഫ്രഞ്ച് മിഷണറിമാർ ബത്തേരിക്കടുത്ത് കോളിയാടിൽ മിഷൻ പ്രവർത്തനം ആരംഭിക്കുകയും ക്രൈസ്തവ സമൂഹം രൂപപ്പെടുകയും ആരാധനാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ ടിപ്പുവിന്റെ ആക്രമണത്തിന് ശേഷം ആരാധനാലയങ്ങൾ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ ക്രൈസ്തവ സമൂഹത്തിന്റെ എണ്ണത്തിന് ഗണ്യമായ കുറവുകൾ വന്നു. പിന്നീട് 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യത്തിൽ വിദേശികളായ തോട്ടമുടമകൾ ബത്തേരിയിൽ എത്തുകയും അവിടെ താൽക്കാലിക ദേവാലയം ആരംഭിക്കുകയും ചെയ്തു. ഒത്തിരി ആളുകൾ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരികെ വരികയും ചെയ്തു. പക്ഷേ 1-ാം ലോക മഹായുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ നഷ്ടത്തിലായ കൃഷി ഉപേക്ഷിച്ചുകൊണ്ട് തോട്ടമുടമകൾ തിരികെ പോവുകയും ചെയ്തു. അപ്പോഴും ക്രിസ്തീയ വിശ്വാസത്തിൽ സ്തംഭനമേറ്റു. എന്നാൽ പിന്നീട് കുടിയേറ്റക്കാരായ ആളുകൾ ക്രിസ്തീയ വിശ്വാസം തിരികെ കൊണ്ടുവരികയാണ് ചെയ്തത്. അങ്ങനെ ക്രിസ്തീയ വിശ്വാസം തിരികെ കൊണ്ടുവന്ന് ആ വിശ്വാസത്തിൽ ഇന്നും അടിയുറച്ച് ജീവിക്കുന്ന ഒത്തിരി ജനതകളാണ് സുൽത്താൻ ബത്തേരിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ന് MSTയുടെ ഈ പ്രേക്ഷിത വാഹിനി എത്തി നിൽക്കുന്നത് മാനന്തവാടി രൂപതയിലെ സുൽത്താൻ ബത്തേരിയിലെ അസംഷൻ ഫൊറോന ദേവാലയത്തിലാണ്. നമ്മുടെ ക്രിസ്ത്യൻമെന്റിൽ അവശേഷിക്കുന്നത് ഒരു പാർട്ടിസിപ്പന്റ് ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഓഡിയൻസ് ഇവിടെ വളരെ ആകാംക്ഷയോടെ ആ ഒരു പാർട്ടിസിപ്പന്റിനെയും ആ പാർട്ടിസിപ്പന്റിന്റെ ക്രിസ്ത്യൻമെന്റിലെ മത്സരത്തിനെയും കാത്തിരിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ നമുക്ക് നമ്മുടെ പാർട്ടിസിപ്പന്റിനെ സ്വാഗതം ചെയ്യാം. ലാസ്റ്റ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ആ ഒരു എനർജി പാക്കാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നതെന്ന്. അതെ, വന്നപ്പം മുതൽ ചിരിച്ചാണ് നിൽക്കുന്നത്. പ്രേക്ഷിത വാഹിനിയായിട്ട് കയറാൻ റെഡിയാണല്ലേ? റെഡിയാണ്. പക്ഷേ നമുക്ക് ഓഡിയൻസിന് സനറ്റിനെ ഒന്ന് പരിചയപ്പെടുത്തണം. അതിനായിട്ട് ഒരു പ്രൊഫൈൽ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്ക് ആ പ്രൊഫൈൽ കാണാം. ഹലോ, എൻ്റെ പേര് സനറ്റ് മരിയ സെബാസ്റ്റ്യൻ. ഞാൻ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. അന്നേരം വയനാട് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്നും പച്ചപ്പും കൃഷികളൊക്കെയാണ്. ഇവിടുത്തെ നാട്ടുകാരെല്ലാം വെറും സാധാരണക്കാരായ ആൾക്കാരാണ്. എല്ലാവരും തന്നെ കൃഷിക്കാരാണ്. ഇവിടെ മെയിൻ ഉപജീവനം എന്ന് പറയുന്നത് ക്ഷീര കർഷകരാണ്. എല്ലാവരും തന്നെ ക്ഷീര കർഷകരാണ്.
സൊസൈറ്റിയിൽ പാല് കൊടുത്തും അങ്ങനെയൊക്കെയാണ് എല്ലാവരും ജീവിക്കുന്നത്. പിന്നെ ഈ കുരുമുളക്, കാപ്പി, ഏലം ഇതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ആദായത്തിലാണ് എല്ലാവരും തന്നെ ജീവിക്കുന്നത്. ഇതാണ് എൻ്റെ പള്ളി, സെന്റ് തോമസ് ചർച്ച് മരകാവ്. തോമസ് ലീഹയാണ് ഇടവക മധ്യസ്ഥൻ. ഇവിടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ട് സ്ഥാപിതമായ പള്ളിയാണ് എൻ്റെ പള്ളി. ഇവിടെ വലിയ ഇടവകയാണ്, അതായത് കുറേ കുടുംബങ്ങളുണ്ട്. അതിലൊരു കുടുംബമാണ് എൻ്റെ വീട്ടില് പപ്പ, മമ്മി, പിന്നെ 2 ചേച്ചിമാരാണുള്ളത്. കുഞ്ഞിലെ തൊട്ട് പപ്പയും മമ്മിയും പറഞ്ഞിട്ടുണ്ട്, എത്ര വലിയ ഉയരങ്ങളിലെത്തിയാലും ദൈവത്തെ മറക്കരുതെന്ന്. അപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നത് മനസ്സിനൊരു ഊർജവും സന്തോഷമൊക്കെയാണ്. ആ ഊർജ്ജമാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. എൻ്റെ എല്ലാ വിജയങ്ങൾക്ക് പിന്നിലും ദൈവത്തിന് ആദ്യം തന്നെ നന്ദി പറയുന്നു. അങ്ങനെ നല്ലൊരു പ്രൊഫൈലാണ് നമ്മൾ സെനറ്റിന്റെ കണ്ടത്. അപ്പൊ സെനറ്റിനെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? അങ്ങനെയാണെങ്കിൽ പ്രേക്ഷിത വാഹിനിയിൽ കയറാതൊന്നും നടക്കില്ല. നമുക്ക് സെനറ്റിനെ പ്രേക്ഷിത വാഹിനിയിലേക്ക് കയറ്റിയാലോ? അതെ, ഓടിക്കയറിക്കും. സെനറ്റ് എന്തോ ചോദ്യങ്ങൾ കാണാൻ ആകാംക്ഷയോടെ നിൽക്കുകയാണ് അല്ലേ? അതെ. അങ്ങനെയാണെങ്കിൽ റൂൾസ് എല്ലാം അറിയാലോ? അറിയാം. 4 റൗണ്ട്സ് ആണുള്ളത്. ജെറുസലേം റൗണ്ട്, ജെറിക്കോ റൗണ്ട്, അഡ്ജന്റസ് റൗണ്ട്, മാർഗം റൗണ്ട്. ഈ 4 റൗണ്ടിൽ ഏത് റൗണ്ടാണ് ആദ്യം സെലക്ട് ചെയ്യുന്നത്? അഡ്ജന്റസ് റൗണ്ട്. തോമസ് ലീഹായും മിഷനെയും കുറിച്ചുള്ള റൗണ്ടാണ് അഡ്ജന്റസ് റൗണ്ട്. ഈ റൗണ്ടിൽ 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്, സെന്റ് തോമസ്, മിഷൻ. സെന്റ് തോമസ് എന്ന ഓപ്ഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന മിഷനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. അഥവാ മിഷൻ ആണ് ആദ്യം ചൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ ചോദ്യം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. തുടർന്ന് വരുന്ന സെന്റ് തോമസിനെ കുറിച്ചുള്ള ചോദ്യം ഡയറക്റ്റ് ചോദ്യമായിരിക്കും. ഏതാണ് ആദ്യം ഓപ്റ്റ് ചെയ്യുന്നത്? മിഷൻ. മിഷൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ചോദ്യം ഇതാണ്, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മിഷനറി രക്തസാക്ഷി ആര്? 4 ഓപ്ഷനാണ് ഉള്ളത്. ഇക്കാക്കോ കത്തനാർ, വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ, ഫാദർ ജെയിംസ് കോട്ടായിൽ, സിസ്റ്റർ പ്രസന്ന ദേവി. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ തന്നെയാണോ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മിഷനറി രക്തസാക്ഷി? ഉറപ്പാണോ? ഉറപ്പാണ്. അത്ര ഉറപ്പാണോ? സിസ്റ്റർ റാണി മരിയയ്ക്ക് മുന്നേ ആരും രക്തസാക്ഷി ആയിട്ടില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത്, ആണോ? നമ്മളറിയാതെ ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട ഏതെങ്കിലും വ്യക്തിത്വം ഈ ഓപ്ഷനുകളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടോ? വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയാണ്, എത്ര ഉറപ്പാണ്? പഠിച്ചതിൽ വേറെ ആരും പരിചിതരായിട്ടുള്ളതില്ല. ഇക്കാക്കോ കത്തനാരോ? ഏതാണ് ഉറപ്പിച്ച് പറയുന്നത്? സിസ്റ്റർ റാണി മരിയ. സിസ്റ്റർ റാണി മരിയ. ഉത്തരം ചെക്ക് ചെയ്താലോ? ഉത്തരം ചെക്ക് ചെയ്യാം. വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ എന്ന ഉത്തരം തെറ്റിപ്പോയി. ശരി ഉത്തരം കണ്ടാലോ നമുക്ക്? ഫാദർ ജെയിംസ് കോട്ടായിലാണ്. സെനറ്റിന് മാത്രമല്ല ഒത്തിരി പേർക്ക് അറിയാത്ത ഒരു കാര്യമാണ്, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മിഷനറി രക്തസാക്ഷി ഫാദർ ജെയിംസ് കോട്ടായിൽ ആണെന്നുള്ളത്. അദ്ദേഹം കോട്ടയം ജില്ലയിലെ കുറവിലങ്ങാടായിരുന്നു ജനിച്ചത്. 1948 പൗരോഹിത്യം സ്വീകരിച്ചത്. അദ്ദേഹം നവാട്ടാട് എന്ന അവികസിത പ്രദേശത്തായിരുന്നു അദ്ദേഹത്തിന്റെ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അവിടെ ജന്മിത്വത്തിൽ നിന്ന് ആളുകളെ രക്ഷിക്കുക എന്ന കടമയാണ് അദ്ദേഹം ഏറ്റെടുത്തത്. പക്ഷേ അദ്ദേഹത്തിന്റെ ദയാദാക്ഷിണ്യത്തെ മുതലെടുത്തുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ജന്മികൾ വാടക കൊലയാളികളെ ഏർപ്പാടാക്കുകയും 13 മുറിവേൽപ്പിച്ച് അദ്ദേഹത്തെ കുത്തിക്കൊലപ്പെടുത്തുകയുമാണ് ചെയ്തത്. എന്നാൽ തൻ്റെ മരണത്തിൻ്റെ 70 മണിക്കൂറുകളിൽ അതികഠിനമായ വേദന അനുഭവിക്കുമ്പോൾ തന്നെ ആക്രമിച്ചവർക്കു വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് മാപ്പ് നൽകുകയും ചെയ്ത വ്യക്തിത്വമാണ് ഫാദർ ജെയിംസ് കോട്ടായിൽ. എല്ലാവർക്കും ഇതൊരു പുതിയ അറിവായിരിക്കും. കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ മിഷണറി ഇനി ആരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ഫാദർ ജെയിംസ് കോട്ടായിൽ എന്ന് വളരെ ചങ്കുറപ്പോടെ നമുക്ക് പറയാൻ സാധിക്കണം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? പോകാം.
ആഡ് ജെൻഡേഴ്സിലെ അടുത്ത ചോദ്യം ഇതാണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. തോമസ് ലീഹ കാലവർഷം 3153, അതായത് AD 52 തങ്ങളുടെ ഗ്രാമത്തിൽ വന്നതായി രേഖകൾ സൂക്ഷിക്കുന്ന നമ്പൂതിരി കുടുംബം ഏതാണ്? തോമസ് ലീഹ കാലവർഷം 3153 തങ്ങളുടെ ഗ്രാമത്തിൽ വന്നതായി രേഖകൾ സൂക്ഷിക്കുന്ന നമ്പൂതിരി കുടുംബം ഏതാണ്? ഓർമ്മയില്ല. ഒന്ന് ശരിക്കും ആലോചിച്ച് നോക്കിക്കേ, ഏത് നമ്പൂതിരി കുടുംബമായിരിക്കും അത്രയും രേഖകൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവുക? ഓർമ്മയില്ല. ഒട്ടും ഓർമ്മയില്ല. ഇല്ല. നമുക്ക് ആൻസർ ചെക്ക് ചെയ്താലോ? എന്തായാലും കളത്തൂർ മന എന്ന നമ്പൂതിരി കുടുംബമാണ് ഇപ്പോഴും തോമസ് ലീഹ AD 52 അവരുടെ ഗ്രാമത്തിൽ വന്നതായിട്ടുള്ള രേഖകൾ സൂക്ഷിക്കുന്നത്. 2 പുതിയ അറിവല്ലേ ലഭിച്ചത്? ഓർമ്മ വന്നു. നല്ലൊരു കൈയടി നമുക്ക് കൊടുക്കാൻ കേട്ടോ. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. സാരമില്ല, ഇനിയും റൗണ്ടുകൾ ബാക്കിയുണ്ട്. അതിനൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ആൻസർ പറഞ്ഞ് സമ്മാനം കൊണ്ടുപോകാം. ഓക്കെ. ഇപ്പൊ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാൻ +2 കഴിഞ്ഞു. +2 കഴിഞ്ഞു. റിസൾട്ട് വന്നോ? ഇന്ന് വന്നു. റിസൾട്ട് എങ്ങനെയുണ്ട്? ഫുൾ A+ ഉണ്ട്. ഫുൾ A+ ഉണ്ടോ? ഒരു കൈയടി കൊടുത്തേ. നമ്മുടെ നല്ലൊരു മിടുക്കിയാണ് ഈ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരെയും കണ്ടപ്പോൾ ചെറിയൊരു ടെൻഷൻ വന്നു, അത് മാത്രം. പക്ഷെ നമുക്ക് അടുത്ത റൗണ്ടിൽ ഗംഭീരമായിട്ട് മത്സരിക്കണം. അടുത്ത റൗണ്ട് നോക്കിയാലോ? നോക്കാം. അവശേഷിക്കുന്നത് 3 റൗണ്ടാണ്. ഇതിലേത് റൗണ്ടാണ് വേണ്ടത്? ജെറിക്കോ. വിഷ്വൽ റൗണ്ടാണ് ജെറിക്കോ റൗണ്ട്. ഒരു വീഡിയോ സ്ക്രീനിൽ പ്ലേ ചെയ്യും. വളരെ ശ്രദ്ധയോടെ ഇരിക്കുക. താഴെ റൈറ്റിംഗ് പാഡും പെന്നും ഇരിപ്പുണ്ട്. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അതിൽ കുറിച്ചിടുക. നമുക്ക് വീഡിയോ കണ്ടാലോ? വീഡിയോ കാണാം. എൻ്റെ പേര് ഫാദർ തോമസ് കുമ്പളന്താനത്ത്, MST സൊസൈറ്റി അംഗമാണ്. ഞാൻ ഇവിടെ ഈ മണ്ഡ്യ രൂപതയിലുള്ള ചീക്കനഹള്ളി എന്ന സ്ഥലത്താണ് ഇപ്പോൾ പ്രവർത്തനം ചെയ്യുന്നത്. ഈ ചീക്കനഹള്ളി ഗ്രാമത്തെപ്പറ്റി പറയുമ്പോൾ ഇവിടെ 200 വീട്ടുകാരാണ് ഇവിടെ ഉള്ളത്. അതിൽ മജോറിറ്റി ആൾക്കാരും ഗൗഡന്മാരാണ്. പിന്നെ കുറേ ലിംഗായത്തുകാർ, അങ്ങനെ 1-2 ഗ്രൂപ്പായിട്ടുള്ള ആൾക്കാരാണ്. വളരെയധികം പിന്നെ അവർ വളരെയധികം ഒത്തൊരുമിച്ച് ജോലി ചെയ്ത് പ്രവർത്തിച്ച് പോകുന്നു. പ്രശ്നങ്ങൾ ഒന്നുമില്ലാത്ത ഒരു ഗ്രാമമാണിത്. എല്ലാവരും സ്നേഹത്തിലും ഐക്യത്തിലും പോകുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നമ്മൾ സേവനം ചെയ്യുക ചെറിയൊരു നഴ്സറി സ്കൂളുണ്ട്. ഈ സ്ഥാപനം ഇവിടെ സ്ഥാപിച്ചിട്ട് 1991 സ്ഥാപിച്ചത്. അതിനുശേഷം നമുക്കറിയാം 10-31 വർഷമായി ഇപ്പോൾ. ഒരുപാട് കുട്ടികൾ ഇവിടെ തന്നെ ഈ നഴ്സറി സ്കൂളിന് മുകളിലേക്ക് ഇത് ഉയർന്നിട്ടില്ല എങ്കിലും ഇവിടെ നിന്നൊക്കെ പഠിച്ച് നല്ല നല്ല നിലയിലെത്തിയ കുട്ടികളൊക്കെ ഉണ്ട്. അവരൊക്കെ വല്ലപ്പോഴും ഇതിൽ വരുമ്പോൾ കാണാൻ വരുന്നതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ 10-13 ഗ്രാമങ്ങളിൽ പോയി കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഏതാണ്ട് 30 കുട്ടികൾ ഉണ്ടായിരുന്നിടത്ത് ഇപ്പം 90 കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ സ്കൂളിൽ കുട്ടികളെ അയക്കുന്നതിന് സന്തോഷമാണ്. കാരണം ഇവിടെ സിസ്റ്റേഴ്സാണ് പഠിപ്പിക്കുന്നത്, ടീച്ചേഴ്സുണ്ട്. എങ്കിലും സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളിൽ അവർക്ക് പഠിക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട് ഇഷ്ടമുള്ളതാണ്. വീഡിയോ നന്നായിട്ട് കണ്ടു. നോട്ട്സൊക്കെ എഴുതിയെടുത്തു. വരാൻ പോകുന്ന ചോദ്യത്തിന് എന്തായാലും ആൻസർ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം നോക്കാം. ഫാദർ തോമസ് കുമ്പളന്താനത്ത് സേവനം ചെയ്യുന്ന ചീക്കനഗളി ഗ്രാമത്തിൽ എത്ര കുടുംബങ്ങളാണ് താമസിക്കുന്നത്? 200 കുടുംബങ്ങൾ. 200 കുടുംബങ്ങൾ. ഒട്ടും സംശയിക്കാനില്ല. നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. 200 കുടുംബങ്ങൾ. ഉത്തരം ശരിയാണ്. ഇപ്പൊ മനസ്സിലായില്ലേ? ആദ്യത്തെ 2 ചോദ്യം തെറ്റിപ്പോയെങ്കിലും അതൊരു ടെൻഷനൊക്കെ കാരണമായിരുന്നു. ഇപ്പൊ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഈ റൗണ്ടിൽ ഒരു ചോദ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ ചോദ്യം ശരിയാക്കിയത് ഈ സമ്മാനം നേടിയിട്ടുണ്ട്. ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അങ്ങനെ 2 റൗണ്ട് നമ്മുടെ സെനറ്റിന്റെ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ടെൻഷൻ അടിച്ചിരുന്നു. നിങ്ങൾക്കുള്ള ചോദ്യമാണ് ഇനി വരാൻ പോകുന്നത്. ചോദ്യം ഇതാണ്: മാനന്തവാടി രൂപതയുടെ പ്രഥമ വൈദിക സമ്മേളനം നടന്ന വർഷം. വേഗം പോന്നു. ഉത്തരം പറഞ്ഞാൽ സമ്മാനം മേടിക്കാം. വീണ്ടും സിസ്റ്റർ തന്നെ എന്തോ പറയുന്നത് കൈപൊക്കിയിട്ടുണ്ട്. ചേച്ചി അവിടെ കൈപൊക്കി. വളരെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. നല്ലൊരു കൈയടി കൊടുത്ത ചേച്ചിക്ക്.
1973. 1973. മാസവും ദിവസവും അല്ല, വർഷം പറഞ്ഞല്ലോ. ഓഡിയൻസ് എന്താ പറയുന്നേ? കറക്റ്റ് ആണോ? അതെ, അവിടെ സമ്മതിച്ചൊക്കെ തരുന്നുണ്ട്. സിസ്റ്റേഴ്സ് ഒക്കെ അവിടെ തലയാട്ടുന്നുണ്ട്. കറക്റ്റ് ആണ്. ആൻസർ കറക്റ്റ് ആണ്. 1973 ജൂൺ 5 സാരില്ല, നമ്മുടെ വർഷം പറഞ്ഞല്ലോ. അപ്പോൾ സമ്മാനം വേണ്ടേ? ആ സമ്മാനം നമുക്ക് ചേച്ചിക്ക് കൊടുക്കാം. നമുക്ക് ഇനി റൗണ്ട്സ് ബാക്കിയുണ്ട്. അടുത്തതായിട്ട് ഏത് റൗണ്ടാണ് ചൂസ് ചെയ്യുന്നത്? ജെറുസലേം. സഭാ ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള റൗണ്ടാണ് ജെറുസലേം. ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യനുമാണ് സെന്ററിനെ കാത്തു നിൽക്കുന്നത്. നമുക്ക് ചോദ്യം കണ്ടാലോ? ചോദ്യം ഇതാണ്: അങ്കമാലിയിൽ അതിരൂപത സ്ഥാപിച്ചത് എന്ന്? 4 ഓപ്ഷൻസ് ആണുള്ളത്. 1565, 1885, 1433, 1947. 1565. 1565. അത് ഉറപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. 1565. കൺഗ്രാചുലേഷൻസ്, ഉത്തരം ശരിയാണ്. എന്തായാലും ആലോചിച്ചത് നന്നായല്ലേ? ആൻസർ കറക്റ്റ് ആയി വന്നു. പക്ഷേ ഈ റൗണ്ടിൽ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. അത് ഡയറക്റ്റ് ചോദ്യമാണ്. നമുക്ക് ആ ചോദ്യം നോക്കാം. വൈപ്പിൻ കോട്ട സെമിനാരി സ്ഥാപിച്ചത് എന്ന്? വൈപ്പിൻ കോട്ട സെമിനാരി സ്ഥാപിച്ചത് എന്ന്? ഓപ്ഷൻസ് ഇല്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. 1568. 1568. ഉറപ്പാണോ? ഉറപ്പില്ല. വേറെ ഏതാണ്? ഒരു ആൻസർ ഉറപ്പിക്കാമോ? 1575. 1575. നോക്കാം നമുക്ക്. ആൻസർ ചെക്ക് ചെയ്യാം. 1577 ഏകദേശം അടുത്ത് എത്തിയായിരുന്നു. പക്ഷെ 2 വർഷം കുറഞ്ഞുപോയി. അതുകൊണ്ട് നമുക്ക് ഈ റൗണ്ടിൽ സമ്മാനമില്ല. പക്ഷേ പ്രശ്നമില്ല, ഒരു ഉത്തരം ശരിയായിട്ട് പറഞ്ഞായിരുന്നു. എന്ത് ചെയ്യാല്ലേ? ഒരു കാര്യം ചെയ്താലോ? എന്തായാലും ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതല്ലേ, ആദ്യത്തെ ചോദ്യത്തിന് ആലോചിച്ച് കഷ്ടപ്പെട്ട് നമ്മുടെ സെനറ്റ് ഒരു ഉത്തരം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സമ്മാനം നമുക്ക് കൊടുത്താലോ? സമ്മാനം വേണോ? വേണം. സമ്മാനം കൊടുക്കണോ? നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ശക്തമായിട്ട് പറയാണ് ആ സമ്മാനം കൊടുക്കും. ഇനി നമ്മൾ കൊടുത്തില്ലേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല. അവരുടെ സ്നേഹം കണ്ടോ സെനറ്റെ? ഇതൊരു സ്നേഹമുള്ള നാട്ടുകാരാ. നമുക്ക് ആ സമ്മാനം മേടിച്ചാലോ? എന്നാ എങ്ങനെയാ നിങ്ങൾക്കൊക്കെ ഈ സമയത്ത് എന്താ തോന്നുന്നേ? ഉറക്കം വരുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഉറക്കം മാറ്റാൻ ഒരു ട്രിക്ക് ഞങ്ങളുടെ കയ്യിലുണ്ട്. അതെ, നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കാനായി ഒരു ഗ്രൂപ്പ് സോങ് കേട്ടാലോ? ഒരു പാട്ട് കേട്ടാലോ? അതെ, ആ പാട്ട് കേട്ട് കഴിയുമ്പോഴേക്കും നിങ്ങളൊക്കെ എന്തായാലും ഡബിൾ എനർജറ്റിക് ആവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ബത്തേരി അസംഷൻ ഫോറോന ചർച്ചിന്റെ മുത്ത് അല്ലേ, അവരുടെ സ്വകാര്യ അഹങ്കാരമായിട്ട് അവർ വെച്ചുകൊണ്ടിരിക്കുന്നവരുടെ ക്വയർ ടീമാണ് നമുക്കൊരു ഗ്രൂപ്പ് സോങ്ങിനായിട്ട് വരുന്നത്. നിറ കയ്യടിയോടുകൂടെ തന്നെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. അതിരറ്റ കാരുണ്യമേ, അകതാരിലലിയാൻ വരൂ, അതിരില്ല സ്നേഹവുമാ, ആത്മാവിൻ തിരുഭോജ്യമേ, അതിരറ്റ കാരുണ്യമേ, അകതാരിലലിയാൻ വരൂ.
തിരുജീവൻ എന്നിൽ നൽകി. തിരുവോസ്തിയായി തിരുരക്തമായി തിരുജീവൻ എന്നിൽ നൽകി. തിരുവിഷ്ടം മാത്രം നിറവേറ്റിടുന്ന പൈതലായി എന്നെ നീ മാറ്റൂ. തിരുവിഷ്ടം മാത്രം നിറവേറ്റിടുന്ന പൈതലായി എന്നെ നീ മാറ്റൂ. നിൻ സ്വന്തമായി എന്നെ മാറ്റൂ. എന്നരികിൽ വരണേ, എന്നുള്ളിൽ വാഴാൻ എൻ്റെ പൊന്നീശോയേ. നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? ഇനി അവശേഷിക്കുന്നത് മാർഗം റൗണ്ടാണ്. വിശുദ്ധരെ പരിചയപ്പെടുത്തുന്ന റൗണ്ടാണ് മാർഗം. ഈ റൗണ്ടില് 2 വിശുദ്ധരെയായിരിക്കും സ്ക്രീനിൽ കാണിക്കുക. നമുക്ക് നോക്കാം ഏത് 2 വിശുദ്ധരെയാണ് കാണിക്കുന്നതെന്ന്. വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചൻ വിശുദ്ധ എവുപ്രാസിയാമ്മ. ആരെയാണ് സെനറ്റിന് കൂടുതൽ ഇഷ്ടം? വിശുദ്ധ എവുപ്രാസിയാമ്മ. വിശുദ്ധ എവുപ്രാസിയാമ്മയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ചോദ്യം നോക്കാം. നോക്കാം. എവുപ്രാസ്യാമിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് എന്ന് ആര്? ഇതാണ് ചോദ്യം. എവുപ്രാസ്യാമിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് എന്നാണ്, ആരാണ്? 2006 ഡിസംബർ 8 ഫാദർ ജോസഫ് പനച്ചിക്കൽ. ആണോ? എന്നാൽ ആരാണ്? ബിഷപ്പാണ്. വർഷം മാത്രമാണ് ഓർമ്മയുള്ളത്. അല്ല, മറ്റേത് ഓർമ്മയുണ്ട്. ഓർമ്മയുണ്ട്. ശരിക്കും ആലോചിക്കാൻ ചെറിയ സമയം കൊടുത്താൽ മതി, ശരിയാക്കിക്കോളും. എവുപ്രാസ്യാമിയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത് 2006 പറഞ്ഞിട്ടുണ്ട്. ആരാണ് എന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം ചെക്ക് ചെയ്യാം. പകുതി ആൻസർ പറഞ്ഞിട്ടുണ്ട്. സാരില്ല, നമുക്ക് ആൻസർ നോക്കിയാലോ? ആൻസർ 2006 ഡിസംബർ 3 കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ. വർഷം സെനറ്റ് പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. ഒരു കയ്യടി കൊടുത്തേ. ആരാണ് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചതെന്ന് തെറ്റിപ്പോയി ചെറുതായിട്ട്. സാരില്ല, ഒന്ന് വായിച്ചേ. ആരാ വാഴ്ത്തപ്പെട്ടവളെ പ്രഖ്യാപിച്ചത്? കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ. പഠിച്ചില്ലേ? പഠിച്ചു. എന്തായാലും ഈ ആൻസറിന്റെ പകുതി ഉത്തരം ശരിയാക്കിയിട്ടുണ്ട്. ഓഡിയൻസ് എന്ത് പറയുന്നു? സമ്മാനം കൊടുക്കണോ വേണ്ടേ? കൊടുത്തോളാം. അപ്പോൾ 4 റൗണ്ട് കഴിഞ്ഞ് ഒരു ജനറൽ ക്വസ്റ്റ്യൻ ബാക്കി നിൽക്കുകയാണ് സെനറ്റിന്. പക്ഷേ നിങ്ങൾ ഓഡിയൻസിന് ഒരു ചോദ്യം തരണ്ടേ? വേണ്ടെന്നൊക്കെ സിസ്റ്റർ. വേണ്ടേ? വേണ്ടാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ചോദ്യം തന്നിട്ട് എന്നുള്ള കാര്യം. വേണ്ടാന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദ്യം തരും. അതെ, ആ ചോദ്യം കൊടുത്തത് ഇവിടെ. ചോദ്യം ഇതാണ്: മാനന്തവാടി രൂപതയുടെ പ്രഥമ വികാരി ജനറൽ. അവിടെ ഇരുന്ന് പറഞ്ഞാലൊന്നും ഞങ്ങൾ 2, 3, 4 കൊറേ പേര് അയപ്പോക്കിട്ടുണ്ട്. ചേട്ടൻ സമ്മാനം കിട്ടിയതല്ലേ? അങ്ങനെയാണെങ്കിൽ സിസ്റ്റർ ഓടിപ്പോരും. ഫാദർ തോമസ് മൂലക്കുന്നേൽ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണെന്ന് അവർ പറഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾ പറയണ്ടല്ലോ. ആൻസർ കറക്റ്റ് ആണ്. മോൺസെന്യോർ തോമസ് മൂലക്കുന്നേൽ. സമ്മാനം വേണ്ടേ? സിസ്റ്ററിന് സമ്മാനം കൊടുക്കാം. അങ്ങനെ 4 റൗണ്ടും അവസാനിച്ചിട്ടുണ്ട്. ഇനി ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഇടവകയെയോ രൂപതയെയോ സംബന്ധിച്ച ആ 7ാമത്തെ ചോദ്യം. ചോദ്യം കേട്ടാലോ? ചോദ്യം ഇതാണ്: മരകാവ് പ്രദേശത്തെ ആദ്യ കുടിയേറ്റക്കാരൻ ആര്? മരകാവ് പ്രദേശത്തെ ആദ്യ കുടിയേറ്റക്കാരൻ ആര്? വീട്ടുപേര് ഓർമ്മയുണ്ട്, ആളുടെ പേരറിയില്ല. പറഞ്ഞേ നോക്കട്ടെ. പനച്ചിക്കൽ എന്നാണ്. പനച്ചിക്കൽ. പേര് ഓർമ്മയില്ല? പേര് ഓർമ്മയില്ല. വീട്ടുപേര് പറഞ്ഞിട്ടുണ്ട്.
അത് ശരിയായിരിക്കും ചെക്ക് ചെയ്താലോ? ശരിയാണെങ്കിൽ നമുക്ക് സമ്മാനം കൊണ്ടുപോകാം. നമുക്ക് നോക്കാം. ആൻസർ കറക്റ്റ് ആണ്. പനച്ചിക്കൽ മത്തായി. ഇത്രയുള്ളൂ കയ്യടിയുടെ എനർജി. അവിടെ ഓഡിയൻസിന് അറിയാമായിരുന്നു എന്നാ പറയുന്നത് അല്ലേ അപ്പച്ച? മത്തായി അപ്പച്ചൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഒരു കാര്യം ചെയ്യും സനറ്റ്, എന്തായാലും ഈ സമ്മാനം ചേട്ടനാണല്ലോ, ചെല്ലുമ്പോ ആ ചേട്ടനും കൂടി പകുതി സമ്മാനം കൊടുത്തേക്ക്. ആ ചേട്ടന് മുഴുവൻ കൊടുത്തേക്കാം. കൊടുത്തേക്കോ? അങ്ങനെയാണെങ്കിൽ ചേട്ടൻ തന്നേക്കും ഈ എപ്പിസോഡ് കഴിഞ്ഞ്. അത് വേണ്ടാന്ന് ചേട്ടൻ പറഞ്ഞു. അപ്പൊ അങ്കളെ സമ്മാനം കൊടുത്തോട്ടെ. അങ്ങനെയാണെങ്കിൽ ആ സമ്മാനം നമുക്ക് കൊടുക്കാം. അങ്ങനെ 7 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് സനറ്റ്. അപ്പോൾ മെമൻറ്റോ ലഭിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഗിഫ്റ്റ് ബാഗും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും സമ്മാനങ്ങളുമായിട്ടാണ് സനറ്റ് മടങ്ങാൻ പോകുന്നത്. പ്രേക്ഷിത വാഹനയിൽ നിന്നും സമ്മാനങ്ങളുടെ താഴത്തേക്ക് പോരെ നമുക്ക് ഗിഫ്റ്റ് ബാഗും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് മേടിക്കാം. ഈ സമയം നമ്മുടെ സെനറ്റിന്റെ പേരൻസ് കൂടെ സെനറ്റിന്റെ കൂടെ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യപ്പെടുകയാണ്. വളരെ സ്നേഹത്തോടെ അവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇങ്ങനെ വന്ന് നിന്നപ്പോഴേ അമ്മ എന്തൊക്കെയോ സെനറ്റിനോട് പറയുന്നുണ്ട്. ചിലപ്പോൾ കൺഗ്രാചുലേഷൻസ് പറഞ്ഞതായിരിക്കും അല്ലേ? അതോ വീട്ടിൽ വന്നിട്ട് ശരിയാക്കി തരാന്നാണോ ആന്റി പറഞ്ഞേ? അങ്ങനെയൊന്നും പറയില്ല എന്ന്. വെറുതെ ആണോ? +2 ഫുൾ A+ ഒക്കെ മേടിച്ചതല്ലേ? അപ്പോ ഇത്രയും സമ്മാനങ്ങളൊക്കെ മേടിച്ച് സെനറ്റ് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താണ് പറയാനുള്ളത്? വളരെ അഭിമാനം തോന്നുന്നു. ദൈവത്തിന് നന്ദി പറയും. അവർ ഭയങ്കര സന്തോഷത്തിലാണ്. 4 പാർട്ടിസിപ്പൻസും നിറയെ സമ്മാനങ്ങളുമായിട്ടാണ് നമ്മുടെ പ്രേക്ഷിത വാഹിനിയിൽ നിന്ന് പോയിരിക്കുന്നത്. അങ്ങനെ ബത്തേരി അസംഷൻ ഫൊറോണ ചർച്ചിൽ നിന്ന് നമ്മുടെ പ്രേക്ഷിത വാഹിനി പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം ഓർത്തിരിക്കുക. എസക്കിയേൽ പ്രവചനത്തിൽ പറയുന്നു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനായി നിന്നെ ഞാൻ നിയോഗിച്ചിരിക്കുന്നു. എൻ്റെ നാവിൽ നിന്ന് വചനം കേൾക്കുമ്പോൾ എൻ്റെ താക്കീത് അവരെ നീ അറിയിക്കണം. കാവൽക്കാരാവുകയാണ് നമ്മുടെ ദൗത്യം. പറയേണ്ടത് എന്തെന്ന് അവന്റെ നാവിൽ നിന്നും കേൾക്കാം. പരിശുദ്ധാത്മാവിനെ കൂട്ടുപിടിച്ച് വചനം വെളിച്ചമാക്കി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നാം ചെയ്യുന്നത് എന്തും പ്രേക്ഷിത പ്രവർത്തനമാണ്. നമ്മുടെ സമൂഹത്തിനു വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, കുടുംബത്തിനു വേണ്ടി പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്കായി നമുക്ക് ഇറങ്ങിത്തിരിക്കാം. മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷനറിയാകാൻ. സാന്റോ മിഷൻ ക്രിസ്റ്റേമെന്റ്. This is Sinu. This is Likita. Signing off. Thank you. പ്രേക്ഷിതവാഹിനി വന്നിരാ പുതിയതൂതുമായി യേശുവിൻ സാക്ഷികളായി തീരാൻ ഉണരു യുവതയെ നീ. ഒന്നിച്ചൊന്ന ചേരാം, സ്നേഹം പങ്കുവെക്കാം, അറിവിൻ മധുരം പകരാൻ മുന്നേറാം. മത്തുമ നൽകിയ പ്രേക്ഷിത ചൈതന്യത്തിനാളമുജ്വലിപ്പിക്കാൻ. മിഷനെ അറിയാം, മിഷണറിയാകാം.